ആകെ പൊഴുത്ത് ശരീരം മുഴുവൻ പൊഴുത്ത് വല്ല പരാതിയും പറഞ്ഞു. നമ്മുടെ 2 ദിവസം പനിച്ചു കിടന്നാൽ പറയും, പടച്ചോൻ എന്തോ ഒരു പനിയാ, നീ എന്നെ കഷ്ടപ്പെടുത്തി പറഞ്ഞില്ലല്ലോ പ്രവാചകൻ. അള്ളാഹു ഈ രോഗം കാണുന്നുണ്ട്, പടച്ചോൻ ആ രോഗം തന്നത് പ്രവാചകർക്ക് അറിയാം. ഒരു തരത്തിലും പടച്ചറപ്പിനോട് പരാതിപ്പെട്ടില്ല. ഇബാദത്ത് അങ്ങനെ ചെയ്തു, ദിക്ർ അങ്ങനെ ചൊല്ലി, നാവുമ്മലേക്ക് പൊടുകേറി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് തോന്നിയ എന്താ, ദുനിയാവല്ലല്ലോ ജീവിതം, ഇവിടെ ഇപ്പൊ ശരീരം പൊഴുത്താലും വേണ്ടില്ല, ശരീരത്തിന് രോഗം വന്നാലും വേണ്ട, ഞാൻ മറ്റൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ്. ഈ ദുനിയാവല്ല എന്റെ ജീവിതം, പരലോകത്തിന് ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിലേക്ക് ഞാൻ ഇവിടെ വല്ലതും ഉണ്ടാക്കട്ടെ എന്ന് ദിക്ർ അങ്ങനെ ചൊല്ലി. അല്ല പനി കൊടുത്തപ്പോഴും രോഗം കൊടുത്തപ്പോഴും വളരെ പ്രയാസം കൊടുത്തപ്പോഴും ഏത് സമയത്തും അങ്ങനെ ദിക്ർ ചൊല്ലി. അവസാനം നാവുമ്മലേക്ക് പൊടുകേറി. ഇനി ദിക്ർ ചൊല്ലാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടം വന്നു. ആ സമയം വന്നപ്പോ ഇനി പടച്ചോനെ സ്മരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ ജീവിക്കുന്നത്? അള്ളാഹ്ക്കൊരു ദിക്ർ ചൊല്ലാൻ എന്റെ നാവുകൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ ജീവിക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. ഒരു പരാതി പറഞ്ഞില്ല. ആ പറഞ്ഞ വാക്ക് നോക്കുക.